ഈ ഇത് ഒരു ഹനുമാൻ്റെ അമ്പലമാണ്, പാലക്കാട്ടിലുള്ള ഒരു ഹനുമാൻ്റെ അമ്പലമാണ്. ഒരു വഴിപാട് ഉണ്ടായിരുന്നു, ചുറ്റുവിളക്കിന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബസമേതം ഞാൻ, ചേച്ചിയുടെ ഭർത്താവ്, ചെറിയമ്മയുടെ മകളും ഭർത്താവും, ചെറിയമ്മയുടെ മകളാണ്, മകന് ജോലി ചെയ്യാന്നുള്ള പ്രാർത്ഥനയിലാണ് പോയത്. ചുറ്റുവിളക്കിന് എല്ലാവരും ഒരു ഭാഗത്ത് വിളക്ക് വെച്ചു. ഇത് നല്ല ശക്തിയുള്ള ഒരു ഹനുമാൻ്റെ അമ്പലമാണ്. മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, മേലാമുറി മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. എല്ലാ ഭാഗത്തും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ഭാഗത്ത് വെച്ചു, എൻ്റെ അനിയത്തി ഒരു ഭാഗത്ത് വെച്ചു, ചേച്ചി ഒരു ഭാഗത്ത് വെക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞു പറഞ്ഞാൽ ദീപാരാധന തുടങ്ങും. ദീപാരാധന തുടങ്ങി പറഞ്ഞാൽ അത് കഴിഞ്ഞ് തൊഴുക, വീട്ടിലേക്ക് പോവുക. ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 20 മിനിറ്റുണ്ട് ഈ അമ്പലത്തേക്ക് വരാൻ. അതിൽ തന്നെ ഹനുമാൻ്റെ നേരെ ഉമ്മർക്ക് ശനീശ്വര ഭഗവാനെയും വെച്ചിട്ടുണ്ട്. അതും ഒരു നല്ല ഇതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട പുറകിൽ തന്നെ തൊട്ട സൈഡിലായിട്ട് വിഘ്നേശ്വരൻ മൊത്തമായിട്ട് ചുറ്റുവിളക്കിൻ്റെ ഉള്ളിലാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. വിഘ്നേശ്വരനുണ്ട്. വിഘ്നേശ്വരൻ കഴിഞ്ഞൊരു നാഗന്മാരുണ്ട്. നാഗന്മാരിൽ തൊഴുതിട്ട് വലം വന്നിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ദീപാരാധന കഴിഞ്ഞിട്ട് പ്രസാദം കിട്ടുള്ളൂ. ദീപാരാധനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ശരി ഇന്ന് ഇടാന്ന് വിചാരിച്ചു. ഉള്ളിൽ ഹനുമാനെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല, പക്ഷെ പുറത്തുള്ളതൊക്കെ ഞാൻ എടുത്തു. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ എടുത്തു. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രസാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എല്ലാവരും. പ്രസാദം ദീപാരാധന കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. നല്ല അമ്പലമാണ്, ശക്തിയുള്ള അമ്പലമാണ് ഹനുമാൻ്റെ അമ്പലം. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും. ഇവിടെ അനിയത്തിയുടെ മകന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അനിയത്തി പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ മകൾക്കും ഭർത്താവും, മകന് ജോലിക്ക് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.